ഹലോ ഗായ്സ്, മണാലി പാർട്ട് 4 വീഡിയോയിലേക്ക് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ മണാലിയിലെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇന്നും മോർണിംഗ് നേരത്തെ എണീച്ചിട്ടുണ്ട്. ഒരു 7:30 ഒക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. നമ്മുടെ ഗൈഡ് ഇന്ന് നേരത്തെ വരും. ഇന്ന് നമ്മൾ ഇവിടെ കാണാൻ പോകുന്ന സ്ഥലം നമ്മൾ മണാലി വന്ന് മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലത്തേക്കാണ് നമ്മളിത് പോകുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് മോർണിംഗ് തന്നെ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കോഫിയൊക്കെ കുടിച്ചു, റെഡിയായി. ഇതാണ് ഞങ്ങളുടെ ഔട്ട്ഫിറ്റ് കേട്ടോ ഇന്നത്തെ. അപ്പം നമ്മൾ ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് കൈ പിടിക്കുകയാണ്. ഇന്ന് മോർണിംഗ് തന്നെ വെക്കേറ്റും ചെയ്യാൻ പോവാണ് ഇവിടുന്ന്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങി കേട്ടോ. താഴെ നമ്മുടെ ഗൈഡ് വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഗൈഡൊക്കെ വന്നു, ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിന്ന് പോകാൻ പോകുന്ന സ്ഥലത്ത് ഒരു പ്രത്യേക കോസ്റ്റ്യൂമൊക്കെ ഇടണം. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ആദ്യം പോകുന്നത്. About your shop. So both are two good person. So have a nice day, both of you. Thank you. Thank you so much. So you go there and take enjoy. Yeah. Thank you. Also, ma'am. അങ്ങനെ നമ്മുടെ കോസ്റ്റ്യൂമൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഇട്ടിട്ട് ആദ്യം നമ്മൾ പോകാൻ പോകുന്നത് സിപ്പ് ലൈനിലാണ് കേട്ടോ. അപ്പോൾ സിപ്പ് ലൈൻ കയറാൻ വേണ്ടിയിട്ട് ഇവിടെ കുറേ ഓഫീസുകളൊക്കെ ഇട്ടിട്ട് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അവിടെ ഒരു സ്ഥലത്ത് നമ്മളും കയറി. അങ്ങനെ ഈ കാണുന്നതാണ് കേട്ടോ സിപ്പ് ലൈൻ. ആൾക്കാർ പോകുന്നുണ്ട്, 2 കപ്പിൾസ് ഇങ്ങനെ പോകുന്നുണ്ട്. ഇതുപോലെയാട്ടോ നമ്മൾ പോകാൻ പോകുന്നത്. എനിക്ക് വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി പാരാഗ്ലൈഡിംഗ് ഒക്കെ ചെയ്തിട്ട് പേടിയൊക്കെ കുറച്ച് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതത്ര വലിയ ഡേഞ്ചറസ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അതിനകത്ത് കയറുന്നുണ്ട്. കാര്യം നമുക്കിതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. നമ്മളിതിൽ പോകുമ്പോൾ നമുക്ക് ക്യാമറ അലൗഡ് അല്ല, അതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. വേറെ ആരെങ്കിലും എടുത്തു തരികയാണെങ്കിൽ ഓക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ റെഡി ആയിട്ടുണ്ട്. പക്ഷെ നമുക്കിതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. സംഭവം അടിപൊളിയായിരുന്നു. ഇത് പോകുന്ന വഴിക്ക് ഇങ്ങനെ കുറേ ഓഫീസുകളൊക്കെ ഇട്ടിട്ട് ഇവരിയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സിപ്പ് ലൈൻ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവം തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ അവിടെ നിന്നും കഴിഞ്ഞ് നമ്മൾ പോകുന്ന വഴിക്ക് കുറേ മലനിരകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ മഞ്ഞ് അധികം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുറേ ദൂരം പോയി കഴിഞ്ഞാലേ നമുക്ക് മഞ്ഞ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ വഴിയിൽ. കുറേ ടൂറിസ്റ്റേഴ്സ് പോകുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ദൂരെ അകലെയൊക്കെയാണ് മഞ്ഞ് നമ്മൾ കാണുന്നത്, അടുത്തൊന്നുമില്ല. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ ഗൈഡ്, ശിവ ചേട്ടൻ. ആളാണ് നമ്മുടെ ഗൈഡ് കേട്ടോ. നമ്മൾ ഇതുവരെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ആള് നമുക്ക് അത്യാവശ്യം കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിരുന്നു. ആൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പോകുന്ന സ്ഥലം കുറച്ച് ദൂരെ പോയാലേ നമുക്ക് മഞ്ഞ് കാണാൻ പറ്റൂ. ഇപ്പോൾ ഓഫ് സീസൺ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് മഞ്ഞ് കുറവായിരിക്കും എന്നൊക്കെ ആൾ ഓൾറെഡി നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ ഇവിടെ വരെ വന്നിട്ട് എങ്ങനെയാണ് മഞ്ഞ് കാണാണ്ട് തിരിച്ചു പോവുക? അപ്പോൾ ഇവിടെ വരുന്നതിൻ്റെ ലക്ഷ്യം തന്നെ നമ്മൾ മഞ്ഞ് കാണുക, മഞ്ഞ് എക്സ്പ്ലോർ ചെയ്യുക എന്നൊക്കെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എത്ര ദൂരെ ആയാലും കുഴപ്പമില്ല, നമുക്ക് പോയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ആളെ പിടിച്ചു കൊണ്ടുപോകണം കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ആൾ പറയുന്നുണ്ട് ഈ വഴികളിലെല്ലാം മഞ്ഞ് നമ്മൾ സീസൺ ടൈമിൽ ഉണ്ടാവും, മഞ്ഞ് വീഴുന്ന സ്ഥലങ്ങളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും ഉള്ള സ്ഥലങ്ങളാണ്. നമ്മൾ ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ടാണ് പോകുന്ന വഴിക്കൊന്നും മഞ്ഞ് കാണാത്തത് കേട്ടോ. നമ്മൾ ഒരുപാട് ദൂരെ പോയാലാണ് നമുക്ക് മഞ്ഞ് കാണാൻ പറ്റുക. അപ്പോൾ ആൾ നമ്മൾ ഒരുപാട് ദൂരത്തേക്കാണ് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ റോത്താം പാസ് ഒക്കെ ഓപ്പൺ ആയിരിക്കുകയാണ്. മഞ്ഞുള്ള സമയത്ത് ഓപ്പൺ ആയിരിക്കില്ല, അതൊരു സീസൺ ടൈമിൽ അവർ ക്ലോസ് ചെയ്യും. അപ്പം നമുക്ക് അതൊരു ഭാഗ്യമുണ്ട്, നമുക്ക് റോത്താം പാസ്സൊക്കെ കടക്കാൻ പറ്റും. അപ്പോൾ റോത്താം പാസ് എത്താൻ കുറച്ച് സമയം കൂടെ ഉള്ളൂ. പോകുന്ന വഴിക്ക് അകലെ ഇങ്ങനെ മഞ്ഞൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നേരിട്ട് കാണാൻ നല്ല രസമാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. സത്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ വന്നില്ലെങ്കിൽ മിസ്സായി പോയേനെ. ശരിക്കും നല്ല അടിപൊളി സ്ഥലങ്ങളാണ്. അപ്പോൾ റോത്താൻ എത്താറായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വഴികളാണ്, അതിനോട് അടുക്കാറായിട്ടുണ്ട് നമ്മൾ. അങ്ങനെ ഞങ്ങൾ റോത്താൻ പാസിൻ്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് കാണാനും അടിപൊളിയാണ്. ബാക്കിൽ ഈ മലനിരകളൊക്കെ കാണാൻ എന്ത് ഭംഗിയാണല്ലേ. ഇവിടെ നേരിട്ട് കാണാൻ അടിപൊളിയാണ്. അങ്ങനെ റോത്താൻ പാസിലേക്ക് ഞങ്ങൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 1 hour ജേണി ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കൂടെ. അതും ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും നീളമുള്ള ഒരു ടണലിൽ കൂടെ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മല തന്നെ തുരന്ന് അവരുണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ ഈ റോത്താം പാസ്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇത്രയും ദൂരം നമ്മളൊരു 1 hour ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇതും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ ദൂരം പോയിട്ടാണ് നമ്മൾ അപ്പുറത്തേക്ക് എത്തുന്നത് തന്നെ.
അങ്ങനെ ദേ 1 അവറിന് ശേഷം ഞങ്ങൾ റോത്താം പാസ് കടന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നല്ല മഞ്ഞ് വീഴുന്ന ഒരു ഏരിയ തന്നെയാണ് കേട്ടോ. ഇവിടെ നിറച്ച ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇവിടെ മഞ്ഞ് അധികം ഇല്ലെങ്കിലും കുറേ ദൂരെയാണെങ്കിലും കാണാൻ വേണ്ടിയിട്ട് ആളുകൾ കുറേ വരുന്നുണ്ട്. അവരൊക്കെ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ ഇവിടെ ഇറങ്ങാമെന്നുള്ള പ്ലാനിനാണ് പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് മഞ്ഞ് കാണാനുള്ള ഒരു ആഗ്രഹത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് ഇതുപോലെ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ബ്രിഡ്ജും അടിപൊളിയാണ് കേട്ടോ. നല്ല കാണാനൊക്കെ നല്ല രസമുണ്ട്. നമ്മൾ ഹിന്ദി സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ടൈപ്പ് ബ്രിഡ്ജാണിത്. അങ്ങനെ ദേ ഞങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് നമ്മൾ മഞ്ഞ് കാണാനായിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ നിറയെ വന്ന് നോക്കിയപ്പോൾ നിറയെ ആളുകളായിരുന്നു. ഇനി അങ്ങോട്ട് പോവുകയാണെങ്കിലും ഉണ്ട്, പക്ഷെ നമുക്ക് വിസിറ്റേഴ്സിനൊക്കെ ഇവിടെ വരെ അല്ല ഉള്ളൂ എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ബൈക്കൊക്കെ എടുത്ത് വരികയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ദൂരമൊക്കെ പോവാം. അപ്പോൾ കാറൊക്കെ നിർത്തിയിട്ട് ആളുകൾ ഇവിടെയാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി. ഇപ്പോൾ ഇവിടെയും ചെറിയ കുഞ്ഞ് ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അതേ ഞങ്ങൾ ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ. നമ്മൾ ഈ കാണുന്ന വെയിലൊന്നല്ല, നല്ല അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ജാക്കറ്റൊക്കെ ഞാനും വിചാരിച്ചു ഈ വെയിലത്ത് എന്തിനാണ് നമ്മൾ ഈ ജാക്കറ്റൊക്കെ ഇടുന്നതെന്ന്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായ നല്ല തണുപ്പുണ്ട്. അപ്പോൾ ആളുകളെല്ലാം ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. इंदिरा इंदिरा इधर है फोटो बढ़िया बर्फ का। नहीं हमारे पास है। अरे इसका क्या है, तो ऐसे ही है। यहाँ देखो 1,25,000 का पड़ा, देखो। नो प्रॉब्लम भाई। ये देखो 1,25,000 का। एक फोटो दिखाते हैं, एक फोटो। एक फोटो आप कितना चार्ज करेगा एक फोटो के लिए? एक फोटो का चार्ज है पर्ची दिखाओ पहले। पर्ची तो आपका पर्ची का है। पर्ची मीन्स क्या है? स्की का बुकिंग आपका? हाँ ओके। तो वही बोल रहे हैं अब। ओ उसके पास है। ओ पैसे कौन करवाएगा फिर? वो कौन करवाएगा? ഇവിടുത്തെ ആക്ടിവിറ്റീസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ദേ ഇതൊക്കെയാണ് കേട്ടോ. ഒരു സ്നോ സ്കേറ്റിംഗ് ഒക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ സ്നോ സ്കേറ്റിംഗ് എന്ന് പറയാനായിട്ട് അങ്ങനെ ഇല്ല, കാരണം സ്നോ കുറവായതുകൊണ്ട് അവർ കുറച്ച് നേരം അങ്ങനെ നമുക്കിത് വെച്ചിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. അങ്ങനെ ദേ ഇവർക്ക് ഇവിടെ കുറേ ഗൈഡുകൾ വന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് തരുന്നുണ്ട്. അപ്പം ഞങ്ങളും 2-3 ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ എടുത്ത് മടുത്ത കാരണം ഒരാളെ കൊണ്ട് അങ്ങോട്ട് നമ്മുടെ 2 പേരെ എടുക്കാമെന്ന് വിചാരിച്ചു. മറ്റേത് നമ്മൾ ഒറ്റയ്ക്ക് ഉള്ള ഫോട്ടോസാണ് കൂടുതലും ഉണ്ടാവാറ്, ഒരാളൊറ്റയ്ക്ക് അങ്ങനെ ഫോട്ടോസ്. ഇപ്പോൾ കപ്പിൾസ് ആയിട്ടുള്ള ഫോട്ടോസ് ഇല്ല. അപ്പോൾ ഞാൻ മഞ്ഞിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ഓരോ കലാവിരുദ്ധകളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ മഞ്ഞ് അത്യാവശ്യം ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ശരിക്കും തണുപ്പുള്ളത് കൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ കൂടുതൽ ആളുകളുണ്ടായിരുന്നു അവിടെ. കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല സ്ഥലങ്ങളൊക്കെ കിട്ടും തോന്നുന്നു. എന്നാലും നമ്മൾ ഉള്ള സ്ഥലം വെച്ചിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ സ്നോമാൻ ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് ഉണ്ടാക്കാനൊന്നും അറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, എന്നാലും ഞാനും കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ നല്ല ഒരു അടിപൊളി മെമ്മറീസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചേട്ടൻ കണ്ണാടിയൊക്കെ വെച്ച് കൊടുത്ത് അതിനെ കുട്ടപ്പനൊക്കെ ആക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് ഞങ്ങളതൊക്കെ സെറ്റ് ചെയ്തു. മഞ്ഞിലുള്ള കളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വിശന്നു തുടങ്ങി. അപ്പോൾ ഞങ്ങൾ മാഗി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ കുറച്ച് ആളുകൾ. അപ്പോൾ അവരെ കയ്യിൽ നിന്ന് മാഗി വാങ്ങിച്ച് കഴിച്ചു. ഈ തണുപ്പത്ത് മാഗിയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ മഞ്ഞിലുള്ള കളികളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് റോത്താം പാസിൽ ഇറങ്ങാം, ഫോട്ടോസൊക്കെ എടുക്കണം, അങ്ങനത്തെ പരിപാടികൾക്കൊക്കെ ആയിട്ട് നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
അപ്പോൾ ദേ ഞങ്ങൾ റോത്താം പാസിലെത്തി കേട്ടോ. ഇവിടെ നിന്ന് കുറേ ഫോട്ടോസ് എടുക്കണം, റീൽസ് എടുക്കണം, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയത്. അപ്പോൾ തിരിച്ച് വന്നപ്പോൾ നമ്മൾ അതൊക്കെ ചെയ്തു. കുറേ റീൽസും കുറേ ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വന്ന ഒരു മെയിൻ പ്രശ്നം എല്ലാം സെൽഫി വീഡിയോസ് ആയിരിക്കും. കാരണം നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ, അപ്പോൾ ഫോട്ടോ എടുത്ത് തരാൻ ആരുമില്ല. അപ്പോൾ ഒറ്റയ്ക്കും തെറ്റയ്ക്കൊക്കെയാണ് നമ്മൾ ഫോട്ടോസ് എടുത്തിരുന്നത്. പിന്നെ ഫോൺ എവിടെയെങ്കിലും കൊണ്ട് വെച്ചിട്ട് ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടൊക്കെ ഇടിപ്പിക്കുക, ഇതുപോലത്തെ പരിപാടികളൊക്കെ ആയിരുന്നു നമ്മൾ കൂടുതലും ചെയ്തിരുന്നത്. സത്യം പറയുകയാണെങ്കിൽ ഹണിമൂണൊക്കെ വരുമ്പോൾ രണ്ടുപേരെയും ഫോട്ടോ കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടൊക്കെ വരുന്ന ആൾക്കാരാണ് കൂടുതലും. പക്ഷേ മെയിൻ പ്രശ്നം ഇതാണ്, നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ, വേറെ ആരും ഫോട്ടോ എടുത്ത് തരാനില്ലല്ലോ. അതുകൊണ്ട് വഴി കൂടെ പോകുന്ന ആൾക്കാരെ കൊണ്ടൊക്കെ വിളിച്ച് ഫോട്ടോ എടുപ്പിക്കലാണ് നമ്മുടെ പരിപാടി ആയിരുന്നത്. അങ്ങനെ നമ്മൾ വെറുതെ എടുത്ത് കൊടുക്കില്ല, അവർക്കും ഫോട്ടോസ് എടുത്ത് കൊടുത്തിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തിരുന്നത്. അങ്ങനെ ദേ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് സൊളങ് വാലിയിൽ വന്നു കേട്ടോ. സൊളങ് വാലിയിലാണ് അടുത്ത ഡെസ്റ്റിനേഷൻ വന്നിട്ട്. സൊളങ് വാലിയിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെയിം പാരാഗ്ലൈഡിങ്ങും പിന്നെ കുറേ ഹോഴ്സ് റൈഡിങ് അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് വെറുതെ അവിടെ കണ്ടു. പിന്നെ നമുക്ക് തിരിച്ചു പോകേണ്ട സമയമായി, നമുക്ക് ബസ് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അധികം സമയം അവിടെ സ്പെൻഡ് ചെയ്തില്ല. പക്ഷേ സോളങ് വാലി അടിപൊളിയായിരുന്നു കേട്ടോ. ഈ വ്യൂ ഒക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഒരുപാട് ആളുകൾ തിരക്കും ആയിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ നിന്നില്ല. നമ്മൾ ഓൾറെഡി ചെയ്ത ആക്ടിവിറ്റീസ് തന്നെയായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് ചെറുതായിട്ട് നമ്മൾ കുക്കുംബറൊക്കെ മേടിച്ച് കഴിച്ചു. ഈ കുക്കുംബറൊക്കെ ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ളതായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ദേ ബസ് വന്നു. ബസ് വരാറായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചോളം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് എന്താ ചോളവും വാങ്ങിച്ചു. ലാസ്റ്റ് ചേട്ടന് അത്ര ഇഷ്ടമില്ല, അതുകൊണ്ട് എനിക്ക് മാത്രം മേടിച്ചു തന്നു. അങ്ങനെ ഞങ്ങളുടെ ഗൈഡായ ശിവചേട്ടനോടൊക്കെ ബായ് പറഞ്ഞ് ഞങ്ങളുടെ ബസ്സിലേക്ക് കയറുകയാണ് കേട്ടോ. ബസ് ഇതേ കറക്റ്റ് സമയത്ത് വന്നിട്ടുണ്ട്. ഈ ബസ് ഡൽഹിയിലേക്കാണ് പോകുന്നത്. ഇനിയുള്ള 2 ദിവസം ഞങ്ങൾ ഡൽഹിയിലാണ് ഉണ്ടാവുക. അവിടെ ഞങ്ങൾക്കൊരു കസിനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ ഇനി ഡൽഹിയിലേക്കാണ്. അപ്പോൾ മണാലിയിലെ 3 ഡേയ്സ് ഞങ്ങൾ അടിപൊളിയായിട്ട് ആഘോഷിച്ചു. അങ്ങനെ ഇതേ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഡൽഹി വീഡിയോസൊക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതാണ്. അതുവരയ്ക്കും സ്റ്റേ ട്യൂൺ.